സ്റ്റാൻഡേർഡിലെ മലയാളം സെക്കൻഡിൻ്റെ ചാപ്റ്റർ 1 നമ്മളിന്ന് പഠിക്കാൻ പോവാണ്. ജസ്റ്റ് റീഡിങ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു മീനിങ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ വീട്ടിലായിട്ട് എനിക്കൊരു ഇത്തിരി ഇത് പരിചയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഒട്ടും സമയങ്ങളായി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് പുതുവർഷമാണ്. പുതുവർഷം ആര് എഴുതിയതാണ്? പുതുവർഷം എഴുതിയത് വിജയലക്ഷ്മിയുടെ കവിതകൾ വിജയലക്ഷ്മിയാണ് എഴുതിയത്. വിജയലക്ഷ്മിയാണ് നമ്മുടെ പുതുവർഷം എഴുതിയിട്ടുള്ളത്. അപ്പോൾ പാഠസംഗ്രഹം എന്ന് ഞാൻ പറഞ്ഞു തരണം. അപ്പോൾ വിജയലക്ഷ്മിയുടെ ബാല്യകാലത്തെ കുറിച്ചാണ് വിജയലക്ഷ്മി അന്ന് എഴുതിയൊരു കവിതയാണിത്. സ്വന്തം ബാല്യകാലത്തെ കുറിച്ച് താൻ തന്നെ എഴുതിയ ഒരു കവിത. അപ്പോൾ എക്സ്പ്ലനേഷൻ ഒക്കെ ഞാൻ ഇത് ഓരോ വായിച്ച് എക്സ്പ്ലനേഷൻ പറഞ്ഞു തരാം. ഇതിൻ്റെ ഓരോന്നിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞങ്ങൾക്കൊന്ന് ഈ പോയം ഒന്ന് വായിച്ചാലോ? പുതുവർഷം. അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്നരാ പോയ കാലം. അതായത് അമ്മ പറഞ്ഞതിനപ്പുറം ഒരു പടി പോലും നമ്മൾ കയറാത്ത ഒരു കാലമായിരുന്നു അന്ന്. വിജയലക്ഷ്മിയുടെ പണ്ടത്തെ കാലം എന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞതിനപ്പുറം ഒരു നീങ്ങിയിട്ട് പോലും ഇല്ല, ഒന്ന് അനങ്ങിയിട്ട് പോലുമില്ല. അമ്മ പറഞ്ഞ അവിടേക്ക് പോവില്ലെന്ന് പറഞ്ഞാൽ പോകത്തില്ല, അങ്ങനെ ഒരു കാലമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. മാവേലി നാട് വാണിയിടും കാലം പാടി പൂനുള്ളി പോയ പൊന്നോണക്കാലം. മാവേലി പാട്ടുകൾ പാടി പൂക്കളെടുത്തു നടന്ന കാലത്തെ കുറിച്ചാണ് പറയുന്നത്. ദേവീതൻ കോവിലിൽ കുഞ്ഞുടിപ്പിട്ട ഞാൻ ഓരോ പടി എണ്ണി കയറും. ദേവിയുടെ അമ്പലത്തിൽ, കോവിൽ എന്ന് പറഞ്ഞാൽ അമ്പലം, കോവിൽ എന്ന് പറഞ്ഞാൽ അമ്പലം എന്നാണ്. കുഞ്ഞുടിപ്പിട്ട് ഞാൻ ഓരോ പടി എണ്ണി കയറും നേരം. ഞാനായിട്ട് കരുതുന്നത് വിജയലക്ഷ്മിയാണ് ഇവിടെ ഞാൻ എന്ന അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അപ്പോ കുഞ്ഞുടിപ്പൊക്കെ ഇട്ട് വിജയലക്ഷ്മി ഓരോ പടി എണ്ണി കയറുകയാണ്. എവിടെ? ദേവിതൻ കോവിലിൽ, ദേവിയുടെ അമ്പലത്തിൽ, ക്ഷേത്രത്തിൽ. കൂപ്പുക കുഞ്ഞിക്ക എങ്കിൽ കരിവള കാപ്പാകും എന്നമ്മ ചൊന്ന കാലം. എന്താണ്? കൂപ്പുക കുഞ്ഞിക്ക എങ്കിൽ കരിവള കാപ്പാകും എന്നമ്മ ചൊന്ന കാലം. അതായത് കുഞ്ഞിക്കൈ രണ്ടും കൂപ്പി വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ കിടക്കുന്ന കരിവള കാപ്പാകും, അതായത് രക്ഷിക്കുമെന്ന് അമ്മ ചൊന്ന കാലം, അമ്മ പറഞ്ഞ കാലം. പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിച്ച കാലം. അതായത് നമ്മൾ അന്നത്തെ കാലത്ത് സിപ്പപ്പും വയലൊക്കെ ഇട്ടല്ലേ നടക്കുന്നത്. അന്ന് പച്ചപ്പുളിയും കൊച്ചു നെല്ലിക്കയൊക്കെ ബാഗിൽ വെച്ചിട്ടാണ് പോകുന്നത് സ്കൂളിലേക്ക്. ആരോടുമില്ല വഴക്കൊന്നു പുഞ്ചിരിച്ചാരോടും കൂടി നടന്ന കാലം. ആരോടും വഴക്കൊന്നുമില്ലാതെ എല്ലാവരോടും സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് നടന്ന കാലം. അക്കാലം പൂക്കളം തീർത്തതോർക്കുന്നു ഞാൻ നിശ്ചയം അമ്മയോടൊത്തു തന്നെ. മുറ്റത്തിനൈശ്വര്യം ചാർത്തുമീ പൂക്കളോടൊപ്പം എന്നമ്മയും തുമ്പ പോലെ. അതായത് അക്കാലം പൂക്കളം തീർത്തതോർക്കുന്നു ഞാൻ നിശ്ചയം അമ്മയോടൊത്തു തന്നെ. അതിൻ്റെ അർത്ഥം എന്താണെന്നാൽ അന്ന് ആ കാലത്ത് പൂക്കളം ഒരുക്കുമ്പോൾ, അതായത് അത്തപ്പൂക്കളം ഒരുക്കുമ്പോൾ എപ്പോഴും അമ്മയോടൊത്തു തന്നെയായിരുന്നു ഞാൻ എന്നാണ് വിജയലക്ഷ്മി പറയുന്നത്. അതിൽ മുറ്റത്തിന് ഐശ്വര്യം ചാർത്തുമാ പൂക്കളോടൊപ്പം എന്നമ്മയും തുമ്പ പോലെ. നമ്മൾ തുമ്പപ്പൂവാണ് എന്ത്? അത്തപ്പൂക്കളത്തിൽ മെയിനായിട്ടുള്ളത് തുമ്പപ്പൂവാണ്. അപ്പോൾ തുമ്പപ്പൂവിനെ സമം കാണിക്കുകയാണ്. തുമ്പപ്പൂവാണല്ലോ മുറ്റത്തിൻ്റെ ഐശ്വര്യം, ആ പൂക്കളത്തിൻ്റെ ഐശ്വര്യമാണ്. മുറ്റത്തിൻ്റെ ഐശ്വര്യം ചാർത്തും ആ പൂക്കളോടൊപ്പം എൻ്റെ അമ്മയും തുമ്പ പോലെ. തുമ്പ പോലെ സാമ്യപ്പെടുത്തുന്നത് എന്തെന്നാൽ ആ പൂക്കളത്തോടൊപ്പം ആ പൂക്കളത്തിനകത്ത് കിടക്കുന്ന മെയിനായിട്ടുള്ള തുമ്പയെ പോലെയാണ് എൻ്റെ അമ്മയും എന്ന് സാമ്യപ്പെടുത്തുകയാണ് ആര്? വിജയലക്ഷ്മി. അടുത്തത്, ആകുല ചിന്തകൾ ആയിരം കുന്തങ്ങൾ ആഴത്തിൽ കോർക്കും ശിരസുയർത്തി
തീരാപ്പകയും തിളക്കുമീ സ്നേഹവും തീയിട്ടെരിച്ച മനസ്സുയർത്തി. അതായത് ആകുല ചിന്തകൾ 1000 കുന്നങ്ങൾ ആഴത്തിൽ തീർക്കും ശിരസ് ഉയർത്തി എന്ന് വെച്ചാൽ ഈ നമ്മൾ ആ കുട്ടിക്കാലത്താണെങ്കിൽ പല ചിന്തകളായിരിക്കും നമുക്കല്ലേ, പല 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 ചിന്തകൾ, ഓരോരോ ചിന്തകളായിരിക്കും നമ്മുടെ മനസ്സിൽ. നമ്മൾ പഠിക്കാനിരിക്കുമ്പോഴായാലും ഓരോ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് തല ഉയർത്തി വരത്തില്ലേ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തീരാപ്പകയും തിളക്കുമീ സ്നേഹവും തീയിട്ടെരിച്ച മനസ്സുയർത്തി. തീരാപ്പകയും തിളക്കുമീ സ്നേഹവും തീയിട്ടെരിച്ച മനസ്സുയർത്തി. അതായത് തീരാത്ത പകകൾ, ഒരിക്കലും തീരാത്ത പകയും തിളക്കുമീ സ്നേഹവും, അതുപോലെ തന്നെ ഒരിക്കലും തീരാത്ത പകയും, അതുപോലെ തന്നെ ഒരിക്കലും തീരാത്ത ഈ തീ പോലെ കത്തി ജ്വലിക്കുന്ന സ്നേഹവും തീയിട്ട മനസ്സുയർത്തി. അതായത് അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ രണ്ടും കൂടിച്ചേർന്നിരിക്കുകയാണ്. ആരോടും ചേരുവാനാകാതെ വൈദ്യുതി പോൽ വീജി പോൽ ആപത്തായി മാറും കാലം. അതായത് വൈദ്യുതി വീജി പോൽ ആപത്തായി മാറും കാലം. അതായത് ഈ വൈദ്യുതി എന്ന് വെച്ചാൽ എന്താ, പോസ്റ്റലിലെ ലൈറ്റൊക്കെ കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ വീട്ടിലായാലും ലൈറ്റ് കാണും. അപ്പോൾ ലൈറ്റിന് കത്തുന്ന ഇതല്ലേ കറണ്ട്. അപ്പോൾ കറണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത് വി ജി എന്ന് സൂചിപ്പിക്കുന്നത്. കറണ്ടിനെയാണ് വി ജി എന്ന് സൂചിപ്പിക്കുന്നത്. വി ജി പോൽ ആപത്തായി മാറും കാലം. വീജ് പോൽ ആപത്തായി മാറും കാലം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കറണ്ടിൽ തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും. നനഞ്ഞ കൈകൊണ്ട് കറണ്ടിൽ തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കത്തില്ലേ, ഷോക്ക് അടിക്കുന്നതിനെ ആണ് ഇവിടെ സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ചിലരുടെ മനസ്സിനെയാണ് ഇവിടെ വിജയലക്ഷ്മി സാമ്യപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ജീവിതാനന്ദങ്ങൾ കാട്ടുതേനൂട്ടിയും കാടു കാണിച്ചും രസിപ്പിച്ചാൽ. അതിൻ്റെ അർത്ഥം എന്തെന്നാൽ ജീവിതാനന്ദങ്ങൾ കാട്ടുതേനൂട്ടിയും കാടു കാണിച്ചും രസിപ്പിച്ചാലും. അതിൻ്റെ അർത്ഥം എന്തെന്നാൽ നമ്മൾ ജീവിതാനന്ദങ്ങൾ കാട്ടുതേനൂട്ടിയും കാടു കാണിച്ചും രസിപ്പിച്ചാലും എന്ന് വെച്ചാൽ, ഞാൻ ഫുള്ളങ്ങ് വായിച്ചിട്ട് പറയാം, അത്രയും വായിച്ചിട്ട് പറയാം. ജീവിതാനന്ദങ്ങൾ കാട്ടുതേനൂട്ടിയും കാടു കാണിച്ചും രസിപ്പിച്ചാലും പോരുന്ന രക്തവും മാംസവും മജ്ജയും നോവെടുത്തുച്ചത്തിൽ ആർക്കും കാലം. എന്നുവെച്ചാൽ ജീവിതത്തിലുള്ള ആനന്ദങ്ങൾ കാട്ടുതേനൂട്ടിയും കാടു കാണിച്ചും രസിപ്പിച്ചാലും. ഇത് നമ്മൾ പലയിടത്ത് ടൂറൊക്കെ പോയി അങ്ങനെ അതിനൊക്കെയാണ് ഇതിന് സൂചിപ്പിക്കുന്നത്. നമ്മൾ നാട് കറങ്ങി കാണുകയാണ്, അതാണ്. പോരുന്ന രക്തവും മാംസവും മജ്ജയും, അതായത് നോവെടുത്ത് ഉച്ചത്തിൽ ആർക്കും കാലം. എത്ര കിട്ടിയാലും മതിയാവത്തില്ല. രക്തവും മാംസവും മജ്ജയും മതിയാവില്ല എന്ന് പറയുന്ന കാലം. ഓണവും പൂവും മറന്ന മലയാളി നാടിങ്ങു ഖിന്ന ഞാൻ നോക്കി നിൽപ്പു. അതായത് ഓണവും പൂവും മറന്ന മലയാളികളെയാണ് കവയിത്രി ഇപ്പോൾ കാണുന്നത്. വിഷമത്തോടെ, ഖിന്ന എന്ന് വെച്ചാൽ വിഷമത്തോടെ നോക്കിയിരിക്കുകയാണെന്നാണ്, ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത്. അതായത് വിഷമത്തോടെ നോക്കിയിരിക്കുകയാണ്. ഓണവും പൂവും മറന്ന മലയാളികളാണ്. മലയാളികളെ അല്ല എന്ന് തോന്നും. അങ്ങനെയാണ് അവരുടെ വേഷവും ഭാഷയും രീതിയും ഒക്കെ. വിഷമത്തോടെ കവയത്രി നോക്കിയിരിക്കുകയാണ്. ഇത്തിരി മണ്ണിൽ എത്ര പേർ കൂടുപോൽ കൊച്ചു വീടെത്ര പൂവങ്ങു പിന്നെ. ഇത്തിരി മണ്ണിൽ എത്ര പേർ കൂടുപോൽ കൊച്ചു വീടെത്ര പൂവങ്ങു പിന്നെ. ഇത്തിരി മണ്ണില്ലാത്തവർ, ഇത്തിരി മണ്ണ് പോലും ഇല്ലാത്തവർ, അതായത് ഒരു വസ്തു പോലും ഇല്ലാത്തവർ എത്ര പേര് കൊച്ചു വീടെത്ര പൂവങ്ങു പിന്നെ, കൂടുപോൽ കൊച്ചു വീടെത്ര പൂവങ്ങു പിന്നെ, അതുപോലും ഇല്ലാത്തവർ എത്ര പേരുണ്ട്. പക്ഷേ ഫ്ലാറ്റിലെ ബാൽക്കണി തുഞ്ചത്തു കർക്കട കാറ്റും മഴയും കൊടി ചുരുക്കി. ഇപ്പോൾ അതായത് ഫ്ലാറ്റിലെ ബാൽക്കണി തുഞ്ചത്തു
കാറ്റും മഴയും കൊടി ചുരുക്കി. അതായത് ഫ്ലാറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, ഫ്ലാറ്റ് ഉയർന്ന വീട് പോലെ തന്നെയാണ്. വലിയ കട്ട പോലെ ഇരിക്കുന്നതാണ് ഫ്ലാറ്റ്. ഫ്ലാറ്റിലെ ബാൽക്കണി തുഞ്ചത്തു കർക്കിട. അതായത് മഴക്കാലത്തെയാണ് കർക്കിടകം എന്ന് പറയുന്നത് അല്ലേ. ബാൽക്കണി തുഞ്ചത്തു എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ മുകളിൽ ഉന്തി നിൽക്കുന്ന ഒരു ഭാഗത്തെയാണ് പറയുന്നത് എന്ത്, ബാൽക്കണി എന്നൊക്കെ പറയുന്നത്. ബാൽക്കണി തുഞ്ചത്ത് കർക്കിട കാറ്റും മഴയും കൊടി ചുരുക്കി. അവിടെ കാറ്റും മഴയും കൊടി ചുരുക്കി വെച്ചാൽ എന്താ, അതിശക്തമായി പെയ്യുക എന്നൊക്കെയാണ്. താഴത്തെ ഇത്തിരി മണ്ണിൽ വിനീതയാം പാവത്തെ തുമ്പയെ കണ്ടു നിൽക്കെ. അതായത് താഴത്തെ ആ ഏറ്റവും ഭയങ്കര നീളമല്ലേ ഫ്ലാറ്റിന്, ആ ഫ്ലാറ്റിൻ്റെ താഴത്തെ പാവത്തെ പോലെ നിൽക്കുന്ന വിനീതയാം തുമ്പയെ കണ്ടു നിൽക്കി. ഇച്ചിരിയില്ലാത്തൊരു പാവത്തെ പോലെ ഇരിക്കുന്ന തുമ്പയെ കണ്ടു നിൽക്കെ. വേദനിപ്പിക്കാത്തൊരമ്മതൻ നിശബ്ദത വേപതു വാർന്ന മുഖം സ്മരിപ്പു. വേദനിപ്പിക്കാത്ത ഒരമ്മയുടെ നിശബ്ദത വേപതു മുഖം സ്മരിപ്പു. വേദനിപ്പിക്കാത്ത ഒരു അമ്മയുടെ ഒരു നിശബ്ദതയാണ് അവിടെ കാണുന്നത് കവിയത്രി. എന്തിനു പൂക്കളം എന്തിലും മീതയാണമ്മുഖം സ്നേഹമാ ജ്വലിക്കെ. അതായത് അമ്മയുടെ മുഖമാണ് അതിൽ തെളിയുന്നത്. സ്നേഹത്തിന് എന്തിനാണ് പൂക്കളം, അമ്മയുടെ മുഖം തെളിയുകയല്ലേ, സ്നേഹം കത്തി ജ്വലിക്കുകയല്ലേ എന്നാണ് കവിയത്രി അതിൽ പറയുന്നത്. ഓണപ്പുലർച്ചയിൽ കൂരിരുൾ നീക്കിയൻ വീടിനകത്തമ്മ വന്നുദിക്കും. അതായത് സൂര്യനെ പോലെ അമ്മ ഓണപ്പുലർച്ചയിൽ വീടിനകത്ത് വന്നുദിക്കുമെന്നാണ് പറയുന്നത്. സൂര്യൻ ഉദിക്കത്തില്ലേ, അതുപോലെ. മാലറ്റു പോകും വരും വർഷമാകയ ശ്രീയാം വലത്തുകാൽ വെച്ചു കയറും. അതായത് ഇനി ഈ വർഷം പോകും അല്ലേ, ഈ വർഷം അത്ര നന്നാവത്തില്ലായിരിക്കാം. പക്ഷെ ഈ അമ്മ കാൽ വെച്ച് കയറിക്കഴിഞ്ഞാൽ, അമ്മ വലതുകാൽ വെച്ച് കയറിക്കഴിഞ്ഞാൽ എന്താകും, ശ്രീയാം വലത്തുകാൽ വെച്ച് കയറും. എന്ത്, വരും വർഷമായ ശ്രീയാം വലത്തുകാൽ വെച്ച് കയറും. അതായത് അടുത്ത വർഷം വരെ അമ്മയുടെ ആ സ്നേഹവും കരുതലും, അമ്മയുടെ ആ വലത്തുകാൽ വെച്ച് കയറിൻ്റെ ഐശ്വര്യം ആ അടുത്ത വർഷം വരെ നിലനിൽക്കും എന്നാണ് കവിയത്രി ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതുവർഷം എന്ന കവിത ഞാൻ ഇവിടെ തീർത്തിട്ടുണ്ട്. അപ്പോൾ കവിത നമ്മൾ അർത്ഥവും പറഞ്ഞു, വായിച്ചും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാമായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് മെയിൻ കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അതൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്നും പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.